ആദോനി ഭാവത്തിന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന്. അഭയവരതകളോടുകൂടി തൃശൂലം, ഡമരും എന്നീ ആയുധവിശേഷങ്ങളോടുകൂടി കാളയുടെ പുറത്ത് എഴുന്നള്ളിക്കൊണ്ടാണ് സാത്വിക ഭാവത്തില് ഏറ്റവും വെളുത്ത നിറം പ്രധാനമായിട്ട് മഹാഗൗരി ഗൗരവർണ്ണത്തിൽ അവതരിച്ചിരിക്കുന്നു. ഇന്നലെയാണെങ്കിൽ കാളരാത്രി രൂപത്തില് വളരെ വിഭത്സമായിട്ട് യജ്ഞശാലയടക്കം ഇന്നലെ നമ്മൾ കണ്ടു. മഴയുടെ രൂപത്തിലും കാറ്റിന്റെ രൂപത്തിലും വന്ന് യജ്ഞശാലയടക്കം ഇളക്കിയിട്ടാണ് പോയത്. ഇന്ന് വളരെ ശാന്തമായിട്ട് സാത്വിക ഭാവത്തെ ജ്ഞാനസ്വരൂപിണിയായിട്ട് ഇന്ന് നമ്മൾ അവതരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നാണ് നമ്മൾ ഗ്രന്ഥപൂജ അടക്കം ആരംഭിച്ചിട്ടുള്ളത്. ഇനി തുടർന്നുള്ള 3 ദിവസങ്ങൾ ജ്ഞാനസ്വരൂപിണിയായിട്ട് ദേവി നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാനുള്ള അവസരം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ പരിചയത്തിലുള്ളവരെയും എല്ലാം ഈ മഹായജ്ഞത്തിലേക്ക് ക്ഷണിക്കുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ സത്സംഗത്തിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ള ഒരു പ്രേരണ കൊടുക്കുന്നത് തന്നെ വലിയ പുണ്യപ്രവൃത്തിയാണ്. നമ്മൾ പറഞ്ഞാലും കോടി പുണ്യമുള്ളവർക്ക് മാത്രമാണ് ഈ സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. കാരണം ശൈലപുത്രി മുതൽ നാളെ അവസാനിക്കുന്ന സിദ്ധിദാത്രി വരെയുള്ള നവദുർഗാ ഭാവങ്ങൾ നമ്മളിവിടെ വിശേഷ പൂജകൾ ചെയ്ത് ദേവിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ദേവീ മഹാത്മ്യ പാരായണത്തോടുകൂടി ദേവിയുടെ അക്ഷര സ്വരൂപമായിട്ടുള്ള നവാക്ഷരി മന്ത്രജപത്തോടുകൂടി നിരവധി വൈദിക മന്ത്രങ്ങളും അപൂർവങ്ങളായിട്ടുള്ള വിശിഷ്ടങ്ങളായിട്ടുള്ള മന്ത്രജപങ്ങളും വിശിഷ്ട മഹാനിവേദ്യങ്ങളും ഒക്കെ കൊടുത്ത് ദേവിയെ ആരാധിച്ച് സമർപ്പിക്കുന്ന ഈ ഘട്ടത്തില് ഇതിലൊരു ദിവസമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുന്നത് മഹാകോടി പുണ്യമാണ്. അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടി നമുക്കുണ്ട്. ഇനിയുള്ള ദിവസം നവദുർഗകളില് അവസാനത്തേതായിട്ടുള്ള സിദ്ധിദാത്രി ഭാവത്തിലെ ദേവി നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ആ ദിവസം നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നാളെ ഇത് സമർപ്പിക്കുന്ന ദിവസമായതുകൊണ്ട് ഇതുവരെയുള്ള ആദ്യ ദിവസം മുതലുള്ള ആ ദേവിയുടെ പ്രസാദം നാളെ ദീപാരാധനയ്ക്ക് ശേഷം ഇവിടെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ഓരോ ഭക്തജനത്തിനും ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യസാധ്യത്തിനുള്ള പുഷ്പാഞ്ജലി ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുന്ന ദിവസമാണ്. ഇത്രയും ദിവസത്തെ പുണ്യം മുഴുവൻ മുമ്പ് പറഞ്ഞതുപോലെ നവാക്ഷരി മന്ത്രജപം കൊണ്ട് ദേവിക്ക് ആജ്യം സമർപ്പിക്കുമ്പോൾ ആജ്യം സർവത്ര സാധനം എന്ന് പറയാറുണ്ട്. നെയ്യ് കൊണ്ട് ദേവി സമർപ്പണം ചെയ്യുന്നു, തൃപ്തയാവുന്നു. അങ്ങനെ ഓരോ മന്ത്രജപം കൊണ്ട് സമർപ്പിക്കുന്ന സമയത്ത് ബാക്കി വെക്കുന്ന ഓരോ തുള്ളി നെയ്യും ശേഖരിച്ച് പവിത്രമായിട്ടുള്ള സൂക്ഷിച്ചിട്ടുണ്ട്. നാളത്തേതുകൂടി സമ്പൂർണമാക്കിയതിനു ശേഷം ഭക്തജനങ്ങൾക്ക് അത് സേവിക്കുന്നതിനായിട്ട് തരുന്നതായിരിക്കും. വ്രതശുദ്ധിയോടുകൂടി അത് നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ സേവിച്ചാൽ നമ്മളുടെ ഏത് ദുഃഖത്തിനും പരിഹാരമുണ്ടാവുമെന്നുള്ളത് നമുക്ക് നേരിട്ട് അനുഭവിച്ച് അറിയാവുന്നതാണ്. ഒപ്പം തന്നെ ഓരോ ദുർഗാഭാവത്തിനും അവതരിപ്പിക്കുമ്പോൾ ഇവിടെ അവതരിക്കുന്ന ദേവിയെ ആ പീഠത്തിലിരുത്തി ഹോമകുണ്ടത്തിന്റെ വലതുവശത്ത് കാണുന്ന പ്രത്യേകം വരച്ചിട്ടുള്ളതായ യന്ത്രത്തിന്റെ നടുക്ക് പീഠമുണ്ടാക്കി അതിൽ വെച്ചിരിക്കുന്നതായ ദേവി ത്രിഗുണാത്മികയാണെന്നാണ് പറയുന്നത്. നൂല് പോലെ, ചരട് പോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ പ്രതീകമായിട്ടുള്ള ആ ചരട് നമുക്ക് രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതിന് നമുക്ക് പ്രസാദമായിട്ട് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ ആ ദേവീ പ്രസാദമായിട്ടുള്ള കുങ്കുമം നമുക്ക് സ്വീകരിക്കാം. പൂജാമുറിയിൽ വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ കുളി കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമാവുന്ന പരിശുദ്ധമാവുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് മുഴുവൻ ഒരു ഉത്സാഹപൂർവ്വം ചെയ്യുന്നതിനുമൊക്കെ ദേവിയുടെ പ്രസാദം ഉണ്ടാകുന്നതിന് സഹായിക്കും. ഒപ്പം വിശേഷ നിവേദ്യങ്ങളും പായസവും ഒക്കെ നമുക്ക് കഴിക്കാൻ നാളെ
എല്ലാവർക്കും പ്രസാദ രൂപത്തിൽ നൽകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നവരാത്രിയുടെ മുഴുവൻ പുണ്യവും പ്രസാദ രൂപത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ദിവസമാണ് നാളെ. ഓരോരുത്തരും അവരുടെ പേരും നാളും നക്ഷത്രം പറഞ്ഞ് അവരുടെ ഇടതുവശത്ത് കാണുന്ന അക്കൗണ്ടറുടെ പേര് പറഞ്ഞു കൊടുത്താൽ അത് ഒരുമിച്ച് ഇവിടെ എത്തി രാവിലെ പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി പ്രസാദം തരുന്നതായിരിക്കും. എല്ലാവർക്കും അതേപോലെ തന്നെ ഇന്നാണ് ഗ്രന്ഥപൂജ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും മറ്റന്നാളും കഴിഞ്ഞ് ഇത്തവണ ഒരു ദിവസം കൂടി അധികമുണ്ട്. മഹാനവമി അതുകൂടി കഴിഞ്ഞിട്ടുള്ള ദേവി വിജയം ധരിക്കുന്ന ആസുനിക ഭാവത്തെ 9 ദിവസങ്ങളിലായിട്ട് യുദ്ധം ചെയ്ത് 10ാം ദിവസം ദേവി വിജയം ഭരിക്കുന്നു എന്ന സങ്കല്പത്തിലെ വിജയദശമി ദിവസം നമുക്ക് അന്നും ദേവിയുടെ പ്രസാദം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്ന് ദേവി അഭയവരദങ്ങളോടുകൂടിയാണ് എഴുന്നള്ളിയിട്ടുള്ളത്. അഭയം ഭയമില്ലാതാക്കുന്ന അവസ്ഥയിൽ വരദം ആ ഭക്തന്റെ മനസ്സറിഞ്ഞ് എന്താണോ നമുക്ക് സാധിക്കേണ്ടുന്നത് നമുക്ക് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സറിഞ്ഞ് അത് സാധിപ്പിച്ചു തരുന്ന വരദമുദ്രയോടുകൂടി ദേവി അവതരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ജ്ഞാനോദയം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദത്തിന്റെ പ്രതീകമായിട്ടുള്ള ഉടുക്ക് വാദ്യവും കൊണ്ടാണ് ദേവി ഇന്ന് അവതരിച്ചിട്ടുള്ളത്. ഒപ്പം ആസുരിക നിഗ്രഹത്തിലുള്ള ത്രിഗുണം തൃശൂലവും കൊണ്ട് ദേവി ഇന്ന് അവതരിച്ചിരിക്കുന്നു. ആ മഹാഗൗരി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് പൂജ സമർപ്പിക്കുകയാണ്.